പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനം വലിയൊരു കൃപ, അഭിഷേകം, ശക്തി നമ്മിലേക്ക് പകരട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 67:6. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്: ഭൂമി അതിന്റെ വിളവ് നൽകി, ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി അതിന്റെ വിളവ് നൽകി, ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, വചനം ഇങ്ങനെയല്ല പറയും. ഭൂമി അതിന്റെ വിളവ് നൽകി, അതിന്റെ കാരണം ഞാൻ നന്നായി നനച്ചു, ഞാൻ വളമിട്ടു. അത് മാത്രമല്ല, അതായത് ഭൂമി വിളവ് നൽകാനുള്ള കാരണം ദൈവം, എൻ്റെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആത്മീയമായും ഭൗതികമായും എത്രയേറെ നന്മകൾ സ്വർഗം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഞാനത് നന്നായിട്ട് ചെയ്തു, ഞാൻ ഒരു 50 ഞാൻ പറയും. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഒരു ദൈവഭക്തൻ സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം പറയുന്നത് എന്താ? ആ ഭൂമി അതിന്റെ വിളവ് നൽകി. ഒരു ഭൗതികമായ സമൃദ്ധി എന്റെ ജീവിതത്തിൽ വന്നു, ഒരു ആത്മീയമായ സമൃദ്ധി എന്റെ ജീവിതത്തിൽ നൽകി. അതിന്റെ കാരണം അതിന്റെ ദാതാവ് ഞാനല്ല, നമ്മുടെ ദൈവം, എന്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വളരാം. നമ്മളൊക്കെ ആത്മീയരാണെന്നൊക്കെ പറഞ്ഞാലും, എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, ഞാൻ ഭയങ്കര വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞാലും, കാര്യത്തോട് അടുക്കുമ്പോൾ ഒക്കെ ഞാൻ എന്നതാണ് നമ്മൾ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. സ്വർഗം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആത്മീയതയുടെ നിലവാരം വളരെ താഴെ തട്ടിലാണെന്നാണ് ഈ ഞാൻ ഭാവം. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, മൂലഭാവങ്ങളിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം. ഈ അഹങ്കാരത്തിന്റെ അരൂപി എന്നിലുണ്ട് എന്നാണ് അത് ആ ഒരു കാഴ്ചപ്പാട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്തൊക്കെ നന്മകൾ, ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ, ഭൂമി അതിന്റെ വിളവ് നൽകി, ദൈവം, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് സ്വർഗ്ഗം നമ്മെ വഴി നടത്തട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.